എവിടെയായിരുന്നു? ഞാൻ വിചാരിച്ചു ഈ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞു വല്ല ഊട്ടിക്കോ ഗോവയ്ക്കൊക്കെ പോയിണ്ടാവുന്നു. ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ വീട്ടിലെ പൊറുതി ബോധിച്ചു എന്ന് തോന്നുന്നു. ഏയ്, അച്ഛനും അമ്മയും ചേട്ടന്മാരും ചേട്ടത്തിമാരും കുട്ടികളും ഒക്കെ ആയപ്പോ ഒരു രസം, അങ്ങനെ കൂടി. അതാണ് കുടുംബം ഉണ്ടായാലൊരു സുഖം. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ല എന്നാ പ്രമാണം. ചില വിവരമുള്ള അട്ടകള് കിടക്കും. കൊണ്ടാട്ടിക്ക് പിടി കിട്ടിയില്ല എന്ന് തോന്നുന്നു. നിങ്ങളുടെ വണ്ടി കൂടെ ഒന്ന് കഴിയിട്ടേക്ക് നാരായണ. ഇനി മുതൽ നാരായണൻ ഇവിടെ വീട്ടിൽ നിന്നാ മതി. നിമ്മയ്ക്ക് അങ്ങടെ പോണെങ്കിൽ ഒരു വണ്ടി വേണമല്ലോ. അതിന് അദ്ദേഹം എന്നേക്കാ വലിയ ഡ്രൈവറല്ലേ? അതിന് വണ്ടി ഓടിക്കാനല്ല, ഒരു കൂട്ടിനെ. അല്ലെങ്കിൽ എന്റെ ജോലി വണ്ടി ഓടിക്കലായിരുന്നില്ലല്ലോ. വണ്ടി കഴുകുക, പിന്നെ മുതലാളിട്ട് പിന്നെ കയറിക്കുക, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഒന്നുകൂടിയായി നായയുടെ ജോലി, അതായത് കാവല്. ആയിക്കോട്ടെ. അല്ല, ഈ നേരത്തെ കിടക്ക വെച്ചാൽ അങ്ങനെ എനിക്ക് ഓഫീസിൽ പോകണ്ടേ? മതി വളിപ്പ് പറഞ്ഞത്. പിന്നെ ഊണ് ഹോട്ടലിൽ വന്ന് കഴിക്കുന്നോ അതോ ഇങ്ങോട്ട് കൊടുത്തേക്കണോ? ഏതാ സൗകര്യം? ഹോട്ടലിലെ ഊണൊന്നും എനിക്ക് വേണ്ട. എന്നാ താഴെ ഒരു ജോലിക്കാരുണ്ട്, എന്താ വേണ്ടെന്ന് വെച്ചാൽ അതിനോട് പറഞ്ഞാൽ മതി. ഉച്ചയ്ക്ക് ഞാനും ഉണ്ണാൻ വരാം. എന്റെ ഭർത്താവ് ഞാൻ വെച്ച് വിളമ്പുന്ന കഴിച്ചാ മതി. അല്ല, അതിന് വല്ലതും അറിയോ ഭവതിക്ക്? എന്റെ അച്ഛൻ സിംഗപ്പൂരിൽ പോയി പണം ഉണ്ടാക്കിയെന്ന് വെച്ച് ഞങ്ങൾ ആകാശത്തൊന്നുമല്ല ജീവിച്ചത്, ഭൂമി തന്നെയാ. ഒരു ഭാര്യയുടെ കടമ എന്തെന്ന് ആരും എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. എന്റെ ഗുരുവായൂരപ്പാ, ഇതിനൊക്കെ പുണ്യം ഞാൻ എന്താ ചെയ്തേ? മണി അടിക്കൊന്നും വേണ്ട, വേഗം ഓഫീസിൽ പോവാൻ നോക്ക്. ശരി, പിന്നെ എന്ത് വേണേലും നാരായണനോട് പറഞ്ഞാൽ മതി. ഞാൻ ഇല്ലെങ്കിലും മൂപ്പരുണ്ടാവും കൂട്ടിന്. ബാലേട്ടാ, ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. അയാൾ ഇത്തിരി ഓവറാണ് കേട്ടോ. ആരോടാണ് എന്താണ് പറയേണ്ടതെന്ന് ഒരു ലൈസൻസും ഇല്ല. നാരായണേട്ടൻ വെറും ഡ്രൈവറല്ല. അല്ലായിരിക്കാം, ചില ബന്ധങ്ങളുണ്ടാവും. എന്നാലും സ്ഥാനത്ത് നിൽക്കണ്ടേ? വന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞത് കേട്ടില്ലേ, അട്ടയാണത്രേ. ശരിയാണ് അമ്മി, അട്ട തന്നെയായിരുന്നു. വീടില്ല, കുടുംബമില്ല, പറയാൻ ബന്ധുക്കളില്ല. അമ്മ മരിച്ചതിന് ശേഷം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും 7 രൂപയായിട്ട് മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങുമ്പോൾ മുന്നിൽ ശൂന്യതയായിരുന്നു. എങ്ങോട്ട് പോകണം, എവിടെ പോകണം അറിയില്ല. പൈപ്പ് വെള്ളം കുടിച്ച് കുടിച്ച് തളർന്നു വീണപ്പോ പൊക്കി എഴുന്നേൽപ്പിക്കാൻ വന്നൊരു കൈയാണത്. ഡ്രൈവർ നാരായണൻകുട്ടിയുടെ ചോറ് ഒരുപാട് ഉണ്ടിട്ടുണ്ട്. പലരെയും പരിചയപ്പെടുത്തി മാർവാടിയുടെ കണക്കപ്പിള്ളയായിട്ട് ജോലി വാങ്ങിച്ചു തന്നു. ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് ദിവസപരിവർത്തി ചിട്ടി തുടങ്ങിയപ്പോ വിശ്വാസത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, നാരായണേട്ടൻ. അന്ന് ഈ ബാലചന്ദ്രൻ ഹോട്ടലിയർ ബാലചന്ദ്രനല്ല, റൊട്ടേറിയൻ ബാലചന്ദ്രനുമല്ല, നാരായണൻകുട്ടിയുടെ ബാലൻ. അതായിരുന്നു പേര്, അതായിരുന്നു വിശ്വാസം. ആ ആളെ നമ്മൾ ഏത് സ്ഥാനത്താണ് നിമ്മി നിർത്തേണ്ടത്? നിമ്മി വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവളാണ്. കണ്ടവന്റെ അടുക്കളയിൽ എച്ചിൽ വാരിയാണ് എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഇന്ന് എന്റെ വായിൽ സ്വർണ്ണക്കരണ്ടിയുണ്ട്, പക്ഷേ അത് നേടാൻ ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട്. നാരായണേട്ടൻ, നമ്മുടെ ബാങ്കിന് വിശ്വസിച്ച് പണം തന്ന ആളുകൾ, നമ്മുടെ സ്ഥാപനങ്ങളിലെ സ്റ്റാഫ്, അങ്ങനെ ഒരുപാട് ആളുകൾ. അവരൊന്നും എന്റെ താഴെയാണെന്ന് ഞാൻ കരുതിയിട്ടില്ല. നിമ്മി അങ്ങനെ ആയിരിക്കണം. കരയേ, നിമ്മിയോട് ഞാൻ ദേഷ്യപ്പെട്ടതല്ല. എന്നോട് ക്ഷമിക്കണം. അതിന് നിമ്മി തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഇത് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അവസാനത്തെ കണ്ണുനീരാണ്. ഇനി ഈ കണ്ണുകൾ നിറയരുത്. சார், பேங்க்ல டெபாசிட் பண்ற விட இங்க போடுறதுதான் சேஃப்டி. பேங்க் மேனேஜர்ஸ், கவர்மெண்ட் செக்ரட்டரிஸ் எல்லாரும் இங்க தான் போடுறாங்க. ஏன் தெரியுமா? மாதத்துல 1ஆம் தேதி வந்தாலும் வராவிட்டாலும் வட்டி உங்க வீடு வந்து சேர்த்துடும். என் பொண்ணு நிச்சயார்த்தம் முடிஞ்ச உடனே என் பணம் என் கைக்கு வந்தாகணும். ஒரு வாரத்துக்கு முன்னாடி தகவல் கொடுத்துருங்க, பணம் உங்களுக்கு வந்து சேரும். பணம் கவுண்டரை கொடுத்தா போதும். சரி, நான் எடுக்கிறேன். வேண்டாம் வேண்டாம். சரி, நான் வந்துட்டேன். சரி. சார், பூத்த காசா? സാറ് എങ്ങോട്ട് പോകാനാ പ്ലാൻ? എന്തിന്? ഹണിമൂണിന്. താൻ ചെന്ന് തന്റെ ജോലി നോക്ക്. ഹണിമൂൺ വേണ്ടാത്ത കാര്യത്തിലൊക്കെ കയറി തലയിടും. ഇല്ല സാർ, സോറി സാർ, തലയിടില്ല സാർ. ഇത് ഈ ലോകത്തുള്ള സകല ആളുകൾക്കും എന്റെ കാര്യത്തിലാണല്ലോ ശ്രദ്ധ. ഇത്രയും നാളും കല്യാണം കഴിക്കാത്തല്ലായിരുന്നു, ഇപ്പതാ ഹണിമൂൺ. ഞാൻ ഹണിമൂണിന് പോലെ നിങ്ങൾക്ക് എന്തായ വിഷമം? ഇല്ല സാർ, വിഷമമില്ല സാർ. ചെല് ചെല് ചെല്. എന്താ പറയ? ഹലോ. ഈ ആളുകളെ കൊണ്ട് തോറ്റന്റെ നിമ്മി. എല്ലാവർക്കും വിഷമം നമ്മളിപ്പോ ഹണിമൂണിന് പോകാത്തില്ല. എന്നോടും പലരും പറഞ്ഞു ബാലേട്ട അങ്ങനെയൊന്നും പോയില്ലെന്ന്. ആ കാശും കൂടെ കൊടുത്ത് പലിശ വാങ്ങിക്കുന്ന്. അത് ശരി, എന്നാ ഒന്ന് കാണിച്ചു കൊടുക്കണമല്ലോ. നമ്മൾ പോകുന്നു ഇന്ന് തന്നെ. അങ്ങനെ നമ്മൾ മോശക്കാരാൻ പാടില്ലല്ലോ.
റെഡിയായിരുന്നോ? ഓക്കെ. നിമി, ഈ ബാലേട്ടന്റെ ഒരു പേടി എന്നെ കടലിൽ കൊണ്ടുപോകൊന്നുമില്ല. ബാലേട്ടനെ ഇറങ്ങ. നിമ്മി വാ കേറ്. എന്താ നിമ്മി കാട്ടണേ? ഒന്നും പറ്റില്ല എന്റെ ബാലേട്ടാ, എനിക്ക് അസലായിട്ട് നീന്താൻ അറിയാം. വേണ്ട വേണ്ട, അത്രയ്ക്ക് മെടിക്കൊന്നും ആവണ്ട. കേറ്. ശ്ശോ, ഈ ബാലേട്ടൻ. പറഞ്ഞാ മനസ്സിലാവില്ല നിനക്ക്? ഞാൻ ഇറങ്ങില്ല, ഇവിടെ നിൽക്കുള്ളൂ. പ്ലീസ് ബാലേട്ടാ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? കേറ്, തല തുറന്നാ. വാ. അയ്യോ ബാലേട്ടാ, എന്റെ താലിമാല കാണാനില്ല. എവിടെ പോയി? അറിയില്ല, ഇപ്പൊ നോക്കിയപ്പോ മാല കാണാനില്ല. പെട്ടിയിൽ ഊരി വെച്ചിട്ടുണ്ടാവും. ഇല്ല, ഞാനിത് കഴുത്തിൽ നിന്ന് ഊരാറില്ല. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോ ഉണ്ടായിരുന്നു. ഞാൻ താലി തൊട്ട് പ്രാർത്ഥിച്ചതാ. കടലിലാ പോയെങ്കിൽ കിട്ടുന്ന പ്രശ്നമില്ല. നമുക്കൊന്ന് നോക്കാം ബാലേട്ടാ. നോക്കിയാൽ എവിടെ കിട്ടാൻ? പോട്ടെ, സാരല്ല, നമുക്ക് വേറൊന്ന് വാങ്ങാം. പോട്ടെന്നോ? ബാലേട്ടൻ എന്റെ കഴുത്തിൽ അണിയിച്ച താലി. ഈശ്വര, കരയില്ല നിമ്മി. ഒരു താലിയിലാണോ നമ്മുടെ ബന്ധം? എനിക്കത് നഷ്ടപ്പെടാൻ വയ്യ ബാലേട്ടാ. എന്ന് വെച്ച് കടലിൽ വീണുപോയത് കിട്ടുമോ? വഴിയിലോ മണലിലോ വീണുപോയാണെങ്കിൽ കിട്ടിയാൽ ആരെങ്കിലും തരുമോ? ഈശ്വര, എന്താ നിമ്മി ഇത്? നമുക്ക് ആരെങ്കിലും വിളിച്ച് മുങ്ങിച്ച് നോക്കാം. മണലിലോ വഴിയിലോ വീണിട്ടുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം. വാ. എന്റെ നിമ്മി, ഈ പട്ടണത്തിലും പരിഷ്കാരങ്ങളിലും ഒക്കെ വളർന്ന നീ ഒരു നാടൻ പെണ്ണേക്കാൾ കട്ടാണല്ലോ. എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെയായി ബാലേട്ടാ. എന്റെ കഴുത്തിലിട്ടതാ. അതേതായാലും നന്നായി. കല്യാണത്തിന് ശരിക്കൊന്നും കെട്ടാൻ പറ്റില്ല, ടെൻഷനായിരുന്നു. കെട്ടിയത് ശരിക്കും സുഭദ്രയെടുത്തിയാ. ഇന്ന് സമാധാനമായിട്ട് കെട്ടികളെ. ഭൂമിയുടെ ഈ മുനമ്പിൽ വെച്ച് 3 സാഗരങ്ങളെയും കന്യാകുമാരിയായ ദേവിയെയും സാക്ഷി നിർത്തി ബാലചന്ദ്രൻ നിമ്മിയെ താലി ചാർത്തി. ഊണ് കഴിക്കായിരുന്നു അപ്പൊ ഒരു ഫോൺ. ചേച്ചി, ഞാനുള്ള കാര്യം തുറന്നു പറയും. അതുകൊണ്ട് എല്ലാവരുടെയും വിചാരം ഞാൻ മണിയടിക്കാരനാ. ഹലോ. ഇപ്പൊ ഊണ് നന്നായിന്ന് വെക്കുക, ചേച്ചിക്ക് ഒരു കോംപ്ലിമെന്റ് എന്നാ മണിയടിയാണോ? ഊണ് മോശമായി വെക്കുക, മോശമായി എന്ന് പറഞ്ഞാൽ ഇഷ്ടമാവോ? ഇല്ലല്ലോ. അപ്പോഴും സന്തോഷത്തിന് എന്തെങ്കിലും ഒന്ന് പറയാ, കൊള്ളാന്ന്. നമുക്കെന്താ നഷ്ടമെന്നേ? ഇതങ്ങനെ സന്തോഷത്തിന് പറഞ്ഞതാണോ? അയ്യോ, എന്റെ പൊന്നു ചേച്ചി, സത്യമായിട്ടല്ല, അമ്മയാണോ സത്യം. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ല? ആരായാലും എന്താ? നോ നോ, ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. എന്താ? ആരാ? ഊണ് കഴിക്കണില്ലേ? ഇല്ല, എനിക്ക് ഉടനെ ഹോട്ടലിലേക്ക് പോകണം. എന്താ എന്താ പറ്റിയെന്ന് പറ. അവിടെ ഏതൊരു തെണ്ടി എന്നെ സ്റ്റാഫിനെ അടിച്ചു. എന്നിട്ട്? അതെന്തായെന്ന് അറിയാനാ പോണേ. ഞാനും വരാം സാർ. ആരും വരണ്ട, താൻ ഊണ് വെച്ചിട്ട് തന്നെ ബാങ്കിലേക്ക് പോ. നരനേട്ടാ, ഞാനും വരാൻ കൂടെ. ആരും വരണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താണ്ടായത്?
ഒരു ഗസ്റ്റ് എന്നെ അടിച്ചു സാർ. എന്റെ ഷർട്ടെ കുത്തിപ്പിടിച്ചു. ദേ ഇത് കണ്ടോ? എന്തിനാ അടിച്ചത്? അവർ രണ്ടുപേരുണ്ടായിരുന്നു, കൂടെ ഒരു പെണ്ണുണ്ട്. അത് ഫാമിലി എല്ലാം തോന്നിയപ്പോ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ പറ്റില്ല, ഞാൻ മാനേജറെടുത്ത് കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ അവരെന്നെ അടിച്ചു സാർ. സാർ അവർ നല്ല വെള്ളത്തിലായിരുന്നു. റൂം നമ്പർ എത്രയാ? 120. സാർ ഇതൊരു പ്രശ്നമാക്കണ്ട, വലിയ പാർട്ടികളാണ്. നോ, സാധ്യമല്ല. അറിഞ്ഞുകൊണ്ട് ഇതൊരു വ്യഭിചാരശാലയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിലും പ്രധാനം എന്റെ ഒരു സ്റ്റാഫിനെ അടിച്ചിട്ട് അവരിവിടെ ആണുങ്ങളെ പോലെ താമസിക്കാന്ന് വെച്ചാൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണോ ഈ മീശം വെച്ചുകൊണ്ട് നടക്കുന്നത്? സാർ ഞാൻ പോയി പറയാം സാർ. എന്ത് വേണം? സാർ, ഞാൻ ഈ ഹോട്ടലിന്റെ പ്രൊപ്പറേറ്ററാണ്. ദയവേദി നിങ്ങൾ ഈ റൂം വെക്കേറ്റ് ചെയ്യണം. പ്രൊപ്പറൈറ്റർ റൂം വെക്കേറ്റ് ചെയ്യണമെന്ന് പോകാൻ പറ അയാളോട്. അല്ലെങ്കിൽ ഈ ഹോട്ടലിന്റെ വില എത്രാന്ന് ചോദിക്ക്. ആ കാശങ്ങ് പിടിച്ചോട്ടെ. ഓ, താനാണോ? വരണം വരണം, ഇരിക്കൂ. സാർ, ഇത് വളരെ മാന്യമായിട്ട് നടക്കുന്ന ഒരു ഹോട്ടലാണ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ അനുവദിക്കുന്നതല്ല. എത്തരം കാര്യങ്ങൾ? ഇമ്മോറൽ ട്രാഫിക്, വ്യഭിചാരം. ഞങ്ങൾ അങ്ങനെ ഇമ്മോറലോ ക്രിമിനൽസോ ഒന്നുമല്ല. ഇദ്ദേഹം PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇദ്ദേഹം നിങ്ങളുടെ ഹോട്ടലിൽ വന്നൊരു മുറിയെടുത്തു. ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് ഇവിടെ വന്നു. ഞങ്ങളൊന്ന് സന്തോഷിക്കുന്നു കരുതിയാൽ മതി. പക്ഷെ അത് എന്റെ ഹോട്ടലിൽ പറ്റില്ല. എന്താ വല്ല പള്ളിയോ പള്ളിക്കൂടോ വെച്ചാണോ? കാശ് കൊടുത്ത് റൂം എടുത്താൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഒഴിയണം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് വന്നാലേ റൂംബായി അല്ല, താനല്ല, തന്റെ തന്ത വന്ന് അടിക്കും. അടിക്കുമല്ലടാ. അരുത്, ആരും ഒന്നും ചെയ്യണ്ട. തോൽപ്പിച്ചു എന്ന് കരുതണ്ട. നിന്റെ കുറെ തെണ്ടികളെ കണ്ടു ഭയന്നൊന്നും കരുതണ്ട. മദ്രാസ് KK നായർ വിചാരിച്ചാൽ എന്തും നടക്കും. എന്തും മറക്കണ്ട. രണ്ട് കൈമീശ് വന്നവനാ ബാലേന്ദ്രൻ. പേടിപ്പിക്കില്ലേ സാറേ? പേടിക്കരുത്, നമ്മൾ ഇനിയും കണ്ടുമുട്ടാതിരിക്കില്ല. മാറണം. ആ എത്തിയടി, എവിടുണ്ട്? പ്രശ്നമൊന്നുമില്ല. ആ നീ പേടിക്കണ്ട. നിമ്മിയാ, അവളാകെ പേടിച്ചിരിക്കുന്നു. നിമേ, പേടിക്കാൻ എന്താ ഉള്ളേ? ഒന്നുമില്ല. നീ അതൊന്നും ആലോചിക്കണ്ട. ഞാൻ വേഗം വരും. നാരായണുണ്ടല്ലോ അവിടെ അല്ലേ? ശരി. ബാലേന്ദ്രൻ ഈ പറയുന്നതിലൊന്നും വലിയ നീതി ന്യായമൊന്നും ഞാൻ കാണുന്നില്ല. ഹോട്ടലാവുമ്പോ അതൊക്കെ പതിവാ. അതിനൊക്കെ കയറി ഹീറോ കളിച്ചാൽ എങ്ങനെയാ? ഹീറോ കളിച്ചതൊന്നുമല്ല. എന്റെ ഹോട്ടലിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ആ പതിവൊന്നും നടക്കില്ല. പിന്നെ എന്റെ സ്റ്റാഫിനെ അടിക്കാന്ന് വെച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തായാലും സംഗതി ബോറാക്കിയില്ലേ? നമ്മൾ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ പേര് ഭാവി പ്രശ്നങ്ങളില്ലാതെ നോക്കുക. അതാ ഞാനും പറയണേ. ആ നോക്ക് നോക്ക്, ഞാൻ എന്തിനാ വെറുതെ ഉറക്കം ചുറ്റണേ? ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങള്. ഞാനൊരു പാവം പോലീസുകാരൻ. ഊച്ചയ്ക്ക് എന്താ പൊഞ്ഞെടുക്കുന്നിടത്ത് കാര്യം? പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനാ സ്വഭാവം. നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടാലോ? KR നായരുടെ അളിയനെതിരെ പോലീസ് കേസോ? KR നായർ വരയ്ക്കുന്ന വര വിട്ടു പോകുന്ന ഒരു പോലീസും ഇല്ലൂടെ. അവർ വിചാരിച്ച എന്ത് നടക്കും മദ്രാസിൽ. ഇനി പ്രശ്നം ഉണ്ടാവേണ്ട നോക്കുക. KR നായരെ ഞാൻ കണ്ട് പറഞ്ഞു നോക്കാം. താഴേണ്ട അടുത്ത് നമ്മൾ കുറച്ച് താണു കൊടുക്കുക. താഴ്ന്നു തന്നെയാ നിന്നത്. അപ്പൊ തലക്കറി ചവിട്ടിയാലോ? അതുപോട്ടെ, നേരെ ഒരുപാടായി. വരുന്നിടത്ത് വെച്ച് കാണാം. ഊണ് കഴിച്ചിട്ട് പോ. വേണ്ട, നിമ്മി ഊണ് കഴിക്കാൻ അവിടെ കാത്തിരിക്കണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്റെ ഹോട്ടലിൽ വെച്ച് കുറെ തെണ്ടികളുടെ ബലത്തിൽ നീ തിണ്ണമെടുക്കുക കാണിച്ചു. ഇപ്പൊ ഒന്ന് കാണട്ടെ. അവരെ കണ്ട് ഭയക്കണ്ട. എന്റെ കണക്കുകൾ ഞാൻ തന്നെ തീർക്കുന്ന പതിവ്. ദയവ് ചെയ്ത് തന്നെ പോകാൻ അനുവദിക്കും. പോകാനോ? ഇറങ്ങി വാടാ നായിന്റെ മോനെ.
വേണ്ട, കൊല്ലണ്ട. ഇതെന്റെ കൈത്തരിപ്പ് തീർക്കാൻ. തീർന്നു എന്ന് കരുതണ്ട, തുടങ്ങിയിട്ടേ ഉള്ളൂ. மிஸ்டர் கேஆர் நாயர் இருக்காரா? இன்னும் வரல சார். கே நாயர் சார் உள்ள இருக்காரு. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഓ മിസ്റ്റർ മേനോൻ, എന്തൊക്കെയുണ്ട് വിശേഷം? മിസ്റ്റർ കേആർ നായർ അളിയൻ CM-ോട് ഡൽഹിക്ക് പോയിരിക്കുക. എന്ന് വരും? 3-4 ദിവസം കഴിയും. സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ആരെയോ കാണാൻ പോയതാ. എന്താ വിശേഷിച്ച്? ഏയ്, ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമായിരുന്നു. നെക്സ്റ്റ് വീക്കിൽ വരൂ. ഞാൻ ഇറങ്ങിക്കോട്ടെ, സൈറ്റിലേക്ക് പോകണം. മിസ്റ്റർ നായർ, ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? സംതിങ് പേഴ്സണൽ. പ്ലീസ്, നിങ്ങൾ കാറിലിരിക്കും, ഞാനിപ്പോ വരാം. എന്താണ്? പറയൂ. എന്റെ സണ്ണിലോയും നിങ്ങളും തമ്മിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായെന്നറിഞ്ഞു. ചെറുതല്ല, വലിയ ഇഷ്യൂവാ. അയാൾ എന്നെ എന്റെ ഫ്രണ്ടിനെയും തല്ലി. അത് ഞാൻ തിരിച്ചടിച്ചു. അതെ, അതോടെ ആ ഇഷ്യൂ കഴിയണം. കഴിയില്ലല്ലോ. ഒരു പന്ന ഹോട്ടലും പലിശ കമ്പനിയും ഉണ്ടെന്ന് വെച്ച് അഹങ്കാരം കാണിക്കരുത്. പഠിക്കണം, പഠിപ്പിച്ചു കൊടുക്കും. അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം? നോ നോ മിസ്റ്റർ മേനോ, നിങ്ങൾ ഒരിക്കലും എന്നോട് മാപ്പ് ചോദിക്കരുത്. അയാളും ചോദിക്കണ്ട. മാപ്പ് തരാൻ എനിക്ക് കഴിയില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അഭിമാനം വ്രണപ്പെടുമ്പോഴാണ്. എന്നെ നാണം കെടുത്തിയാൽ നിങ്ങൾ എന്ത് കോമ്പൻസേഷൻ തരും? പറയൂ. ഒരു സോറി പറയൂ അല്ലേ? സോറി മിസ്റ്റർ മേനോ, അവനെ ഞാൻ തകർക്കും. അതിനെനിക്ക് 4 ഫോൺ കോൾസ് മതി. ഒരു നീർക്കുമുള പോലെ പൊട്ടും. ശ്രീലക്ഷ്മി ചിറ്റ്സ് ആൻഡ് ഹോട്ടൽ ശ്രീലക്ഷ്മി ഇന്റർനാഷണൽ. അണ്ടർസ്റ്റാൻഡ്? അതെ അതെ, ആ പറയും. തരാമല്ലോ. ആ വന്നോളൂ. ഇല്ല ഇല്ലെന്നേ. ആര് പറഞ്ഞു? നിങ്ങളുടെ ഡെപ്പോസിറ്റ് ഒരു കുഴപ്പമില്ല, എപ്പോ വന്നാലും വിഡ്രോ ചെയ്യാം. ആ വന്നോളൂ. ശരി, ഷുവർ. എന്താ സാർ പ്രോബ്ലം? ഒന്നുമില്ല. അല്ല, ഇന്ന് കോളുകളുടെ ബേളാണല്ലോ. ആ ഹലോ, അതെ. അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, പുറത്തു പോയിരിക്കുകയാണ്. ശരി, പറയാം. ഇല്ല, സണ്ണിലോയാണ്. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ. ശരി, പറയാം. ചാലക്കുടിന്ന് ഒരു മുകുന്ദൻ മേനോൻ. എന്താ പറഞ്ഞേ? അച്ഛൻ വന്നാലുടനൊന്ന് വിളിക്കാൻ പറഞ്ഞു. എന്താ പ്രശ്നം? ഒന്നുമില്ല. പിന്നെന്താ അച്ഛൻ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്? അത് ഒന്നുമില്ല, നീ വെക്കോ, പിന്നെ പറയാം. അയാളുടെ എത്രയുണ്ട്? 2 ലക്ഷം ആണെന്നാ തോന്നുന്നേ. ഞാൻ നിർബന്ധിച്ച് ഡിപ്പോസിറ്റ് ചെയ്യിച്ച. പ്രശ്നമാ. ഒരു പ്രശ്നമില്ല. ഞാനല്ലേ പറയുന്നത്, എന്നെ വിശ്വസിക്കണം. ഇത് ആരോ പറഞ്ഞു പരത്തിയതാണ്. തരാം. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ? ഉറപ്പാണ്. ആരാണ് ഈ കള്ളക്കഥകൾ ഉണ്ടാക്കി വിടുന്നത്? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? മോശം. ആരാണ്ട? ആരാ? സാർ, എന്താ? എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ആരോ ഒരു സ്കാനിൽ അടിച്ചിറക്കിയിട്ട് നമ്മുടെ ബാങ്ക് പൊളിഞ്ഞു വന്നു. ഡെപ്പോസിറ്റേഷനോട് സമാധാനം പറഞ്ഞ് മടുത്തു. ഞാൻ പിന്നെ റിസീവർ എടുത്ത് താഴെ വെച്ചിങ്ങോട്ട് പോന്നു. എറണാകുളം ബ്രാഞ്ചിൽ ആരോ വന്ന് വഴക്കുണ്ടാക്കിയെന്ന് അവിടെ മാനേജർ വിളിച്ചു പറഞ്ഞു. അവിടെ ഫോൺ കോൾസിന്റെ ബഹള. എന്താ ചെയ്യാ സാർ? എനിക്കറിയില്ല. വേറെ ആരും ആയിരിക്കില്ല, അവൻ തന്നെ ആയിരിക്കും.
ആര്? KK നായർ ആൻഡ് ഗ്രൂപ്പ്. അല്ലാതെ ആരും നമ്മളോട് ചെയ്യില്ല. അങ്ങനെ വല്ലതുമാണെങ്കിൽ കുത്തി കൊല്ലണവനെ. നമുക്ക് ഈ ഡെപ്പോസിറ്റ് എല്ലാം തിരിച്ചു കൊടുത്താ പോരെ? മതി. പക്ഷെ എവിടെ നിർത്ത് കൊടുക്കാനാ? കാശ് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കല്ലോ, ബിസിനസ് ചെയ്യല്ലേ. പിന്നെന്ത് ചെയ്യും? എനിക്കറിയില്ല എന്റെ ഈശ്വര. നിമേ നിമേ നാരായണ, അവളോട് സമാധാനായിട്ടിരിക്കാൻ പറ. ഒന്നും സംഭവിക്കില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ ശിക്ഷ അനുഭവിക്കണേ? നമ്മുടെ സ്റ്റാഫ് കരഞ്ഞാണോ സുധാകര? പലർക്കും അറിയാം. ഫോണൊക്കെ വരുമ്പോ ആരാ സുധാകര? മേനോ സാറും വക്കീലുവാ. അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. എല്ലാവരും ചീട്ടുകൂട്ടാരം പോലെ തകരാൻ പോകുമെന്നാ തോന്നണേ. ഒന്നുമില്ല, നീ ധൈര്യമായിട്ടിരുന്നാ മതി. അങ്ങനെ കള്ളക്കഥ പറഞ്ഞ് തോപ്പിക്കാൻ പറ്റുമോ? നമ്മളിത് കൂളായിട്ട് ഫേസ് ചെയ്യുന്നു. നിമ്മയുടെ അകത്തുണ്ട്. അവൾ ആകെ ഭയന്നിരിക്കുക. സുധാര, സാർ, നമ്മൾ കൊടുത്തിട്ടുള്ള ലോണുകളെല്ലാം എത്രയും വേഗം തിരിച്ചടപ്പിക്കണം. ആസ് സൂൺ ആസ് പോസിബിൾ. പെട്ടെന്ന് എന്നാ കിട്ടുക സാർ? ഈ ന്യൂസ് ഫ്ലാഷ് ആകുന്നതിന് മുമ്പ് കിട്ടാവുന്ന എമൗണ്ട് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ ലോൺ കൊടുത്തൊന്നും തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കണ്ട. ആകെ ലോൺ എത്ര കൊടുത്തിട്ടുണ്ടാവും? ഉദ്ദേശം ഒരു 75-50 ലക്ഷം രൂപ. മൈ ഗോഡ്. ആലോചിക്കാൻ സമയമില്ല. എല്ലാ ബ്രാഞ്ചിലും ഫോൺ ചെയ്ത് പറയാ, ഒരു കാറും എടുത്ത് ഇറങ്ങാൻ പറയാ. സാർ, ഇവിടെ നമ്മൾ തന്നെ ഇറങ്ങാം. ശരി. ഇങ്ങനെ ഓടിച്ചെന്ന് ചോദിച്ചാൽ ആരാ ലോൺ തിരിച്ചടക്കുക? കിട്ടുന്നത് മതി, അത്ര ലാഭം. എന്നാ താമസിക്കണ്ട, ഇറങ്ങാം. വിളിച്ചോ? വിളിച്ചു. അച്ഛൻ വീട്ടിലെത്തിയിട്ടില്ല. കാര്യമില്ല. പെട്ടെന്ന് ചെന്ന് ചോദിച്ചാൽ ആരാ ലോണ് തിരിച്ചെടുക്കുക? എന്തായി കാട്ടണേ? ഇത് എത്രാമത്തെയാ മതി കുടിച്ചത്? പ്ലീസ് നിമ്മി, ഇന്ന് എന്നെ തടയരുത്. നിമ്മി പ്ലീസ്. കാലം തിരിച്ചു ഇറങ്ങാണെന്ന് തോന്നുന്നു. ഒക്കെ വെറുതെ ആലോചിച്ചുണ്ടാക്കുക. ഒന്നും ഉണ്ടാവില്ല. നിമി, 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഈ മദ്രാസ് നഗരത്തിൽ വന്നിറങ്ങിയ ഒരു ബാലചന്ദ്രനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തുണിസഞ്ചിയിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും പഴകിയ 2 ഷർട്ടും മുണ്ടുമായി വന്നിറങ്ങിയ ഒരു പാവം. അയാളെ നിനക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? പണം കണ്ട് മോഹിച്ചു എന്നാണോ കരുതുന്നത്? എങ്കിൽ KR നായരുടെ മകന്റെ മുമ്പിൽ ബാലേന്ദ്രൻ ഒന്നും ആയിരുന്നില്ല. എന്ത് നഷ്ടപ്പെടാൻ ഞാൻ ഒരുക്കമാണ്. ബാലേട്ടന്റെ സ്നേഹം ഒഴിച്ച്